എന്നാൽ പിന്നെ ഈ IVL മെത്തേഡ് ഒന്ന് പഠിക്കാം അല്ലേ? PSC എങ്ങനെ പഠിക്കണം എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷനാണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ. ഒരുപാട് മെത്തേഡ്സൊക്കെ ട്രൈ ചെയ്ത് ചിലപ്പോൾ ഒരുപാട് പരാജയങ്ങളൊക്കെ ഫേസ് ചെയ്തതിന് ശേഷം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടിയായിരിക്കും നമ്മളിപ്പോൾ ഈ വീഡിയോ കാണാനിരിക്കുന്നത് തന്നെ. ഒക്കെ സൊല്യൂഷൻ ഉണ്ടാവുമെന്ന്. അപ്പോൾ വെൽക്കം ടു സണ്ണി സീഡ്സ് PSC ക്ലാസ്. നമുക്ക് ദി IVL മെത്തേഡ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഇപ്പോൾ ഒരുപാട് നല്ല ആപ്പുകളുണ്ട് അല്ലേ? ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സിനൊരു പ്രയാസം ഉണ്ടാകും. അയ്യോ, എനിക്കിതിനൊന്നും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ആപ്പിൽ ജോയിൻ ചെയ്യണോ എന്നാലേ നമ്മൾ പാസ്സാകത്തുള്ളൂ, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കണോ? ഇതിനൊക്കെ പ്ലസും മൈനസും ഉണ്ടല്ലേ. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുമ്പോൾ അറിയാം എത്രമാത്രം കോമ്പറ്റീഷനാണുള്ളത്, എത്രമാത്രം കുട്ടികളാണുള്ളതെന്നൊക്കെ. നമ്മൾക്കൊരു എക്സ്പോഷർ കിട്ടുന്നത് ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുമ്പോഴായിരിക്കും. നമുക്കൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് കിട്ടുന്നത് ചിലപ്പോൾ മറ്റു കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോഴായിരിക്കും. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്തരം എല്ലാ കേസസും എടുത്ത് നോക്കിക്കോ. ആപ്പിൽ ജോയിൻ ചെയ്യുന്നവരായിക്കോട്ടെ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുന്നവരായിക്കോട്ടെ, ഇവരിലൊക്കെ ആരാണ് ഈ PSC ക്രാക്ക് ചെയ്തിട്ടുള്ളവർ? ആരാണ് പെട്ടെന്ന് എക്സാം പാസ്സായി ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത്? ഡിറ്റർമിനേഷൻ ഉള്ളവരാണ് അല്ലേ? പഠിക്കുന്ന ശീലമുള്ളവരാണ്. അത് അങ്ങനെ ചെയ്യുന്നവർ ആപ്പിൽ ജോയിൻ ചെയ്താലും ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സിന് പോയാലും വീട്ടിൽ ഇരുന്ന് പഠിച്ചാലും ഒരേ എഫക്റ്റ് കിട്ടും. കാരണം അവർ പഠിക്കാൻ തീരുമാനിച്ചവരാണ്. പഠിക്കാനുള്ള റിസോഴ്സസിൽ നിന്ന് നമുക്ക് ഒരു പ്രശ്നവുമില്ല, എവിടെ നിന്നും കിട്ടും. ഏത് സോഴ്സിൽ നിന്നും നമുക്ക് ഹെൽപ്പ് കിട്ടും. അതുകൊണ്ട് ആപ്പിൽ ജോയിൻ ചെയ്യുന്നതും ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുന്നതും ഒക്കെ നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. അതൊന്നും നമ്മുടെ വിജയത്തിനെ ബാധിക്കാൻ നമ്മൾ അനുവദിക്കരുത്. കാരണം നമ്മൾ പഠിക്കുന്നതിലൊരു ചിട്ടയുണ്ടെങ്കിൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ്. ആപ്പിൽ ജോയിൻ ചെയ്ത് പൈസ അടച്ചതിന് ശേഷം മുടക്കുന്ന എത്രയോ പേരുണ്ട്. ഓൺലൈൻ ക്ലാസ്സിന് പോയി പൈസ അടച്ചതിന് ശേഷം കുറച്ച് ദിവസം ക്ലാസ്സിൽ പോകും മുടക്കുന്ന എത്ര പേരുണ്ട്. അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചു തുടങ്ങി 2-3 ആഴ്ച പോയി, അല്ലെങ്കിൽ 1 മാസം പോയി നിർത്തുന്ന എത്രയോ പേരുണ്ടല്ലേ. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ്, കൺസിസ്റ്റൻസി ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ സാധിക്കും നമുക്ക് പഠിക്കാം. അപ്പം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിച്ച് അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് അങ്ങനെ പറ്റുന്ന ഒരു മെത്തേഡാണ് ദ IVL മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്തത്. ഇത് ഒരു 100 വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു ടെക്നിക്കാണ്. ഇപ്പോഴും അത് ഒരുപാട് ഫീൽഡ്, എല്ലാ മേഖലകളിലും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും റിസൾട്ട് കൂട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും ഈവൻ തുടങ്ങിക്കിട്ടാൻ തന്നെ വളരെ പ്രയാസമായിരിക്കും. പിന്നെ ഇനി തുടങ്ങിക്കിട്ടിയാൽ തന്നെ കൺസിസ്റ്റൻ്റായിട്ട് അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. ഇനി അത് ബ്രേക്ക് ആയാൽ നമുക്ക് തിരിച്ച് ട്രാക്കിലോട്ട് വരാൻ അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്ക് കണ്ടുപിടിച്ച് അത് നമ്മൾ ഫോളോ ചെയ്ത് തുടങ്ങിയാൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് റിസൾട്ട് കൊണ്ട് തരുന്നത് തന്നെയായിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനൊരു കഥയുണ്ട്. ചാൾസ് M. ഷ്വാബ് എന്ന് പറഞ്ഞൊരാൾ, ഇത് 1918 ഇദ്ദേഹം ബെത്ലഹേം സ്റ്റീൽ കോർപ്പറേഷൻ, USA ബെത്ലഹേം സ്റ്റീൽ കോർപ്പറേഷൻ്റെ ഓണറാണ്. ഇത് ലാർജസ്റ്റ് ഷിപ്പ് ബിൽഡറാണ്. അവർ സ്റ്റീൽ പ്രൊഡ്യൂസറും കൂടിയാണ്. അപ്പോൾ ഒരിക്കൽ പുള്ളി എപ്പോഴും ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, കോമ്പറ്റീഷൻ എഡ്ജിൽ എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു ദിവസം ഈ പ്രൊഡക്ടിവിറ്റി കൺസൾട്ടൻ്റ് ആയിട്ടുള്ള IVL ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ടൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. എന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് എൻ്റെ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സജഷൻ, എന്തെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞു. ഷോ മി എ വേ ടു ഗെറ്റ് മോർ തിങ്സ് ഡൺ. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പോൾ ലീ പറഞ്ഞു, ശരി, എനിക്ക് നിങ്ങളുടെ എല്ലാ ജോലിക്കാരുമായിട്ട് സംസാരിക്കാനായിട്ടൊരു 15 മിനിറ്റ് തരണം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ 15 മിനിറ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഷ്വാബ് ചോദിച്ചു, എത്രയാണ് ഇതിൻ്റെ ചാർജ്? അപ്പോൾ ലീ പറഞ്ഞു, ചാർജൊന്നുമില്ല, 13 മാസം കഴിയുമ്പോൾ നോക്കുക. 3 മാസം കഴിയുമ്പോൾ ഇത് വർക്കാവുന്നു, റിസൾട്ട് കിട്ടി തുടങ്ങുന്നു എങ്കിൽ നിങ്ങൾ അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് എനിക്ക് തരണം എന്ന് തോന്നുന്നത് അത് തരിക എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഡീലായി. അപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നു, പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പോൾ റിസൾട്ട് കാണാൻ തുടങ്ങി. ഇത്രയും മികച്ച റിസൾട്ട് അല്ലേ. അപ്പോൾ ഇത്രയും മികച്ച റിസൾട്ട് ഈ ഷോർട്ട് ടൈമിൽ കിട്ടിയത് കൊണ്ട് തന്നെ അവർ ഭയങ്കര ഹാപ്പിയായി. അവർ അന്ന് 1918 $25,000 ചെക്കാണ് ഈ IVL കൊടുക്കുന്നത്.
അപ്പോൾ നമുക്കറിയാൻ ആഗ്രഹമില്ല അപ്പോൾ അതെന്ത് ടെക്നിക്കാണ് ഈ $25,000 1918 ഒരു പ്രൊഡക്ടിവിറ്റി കൺസൾട്ടൻറ്റ് മേടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ നമുക്കും ക്യൂരിയോസിറ്റി ഇല്ലേ, എന്ത് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇദ്ദേഹം ഈ ഒരു വലിയ എമൗണ്ട് മേടിച്ചുകൊണ്ട് പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ദ ഐവി ലീ മെത്തേഡ്. ഇത് ദ ഡെയിലി റുട്ടീനാണ് എക്സ്പേർട്സ് റെക്കമെൻഡ് ഫോർ പീക്ക് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ദിവസം തീരുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് 6 കാര്യങ്ങൾ എഴുതി വെക്കണം. എന്തൊക്കെ 6 കാര്യങ്ങൾ? നമ്മൾ നാളെ പഠിക്കാൻ തീരുമാനിക്കുന്ന 6 ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്ത് ആ 6 ടോപ്പിക് ഏതാണ്, നാളെ പഠിക്കേണ്ട 6 ടോപ്പിക് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഇന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പേ ആയിട്ട് അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണ്. എല്ലാം ടോപ്പിക് എഴുതി വെക്കണം. അത് പ്രയോറിറ്റിയിൽ വേണം എഴുതാൻ. ആദ്യം ഏത് ടോപ്പിക്, രണ്ടാമത് ഏത് ടോപ്പിക്, അങ്ങനെ 6 എണ്ണം ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതി വെക്കണം. ഒരെണ്ണം പോലും അധികം എഴുതരുത്. 7ാമതൊരെണ്ണം എഴുതേണ്ട, 6 എണ്ണം മാത്രം. 6 എണ്ണം എഴുതുകയും ചെയ്യണം. 6 എണ്ണം എഴുതി വയ്ക്കുക. 6 ടോപ്പിക്, നാളെ പഠിക്കേണ്ട 6 ടോപ്പിക് എഴുതി വയ്ക്കുക. എന്നിട്ട് ഇത് ഓർഡറിലാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അടുത്ത ദിവസം നമ്മൾ ഈ 6 ടോപ്പിക് അല്ലാതെ വേറെ ഒന്നിലും ശ്രദ്ധ കൊടുക്കരുത്. ഈ 6 ടോപ്പിക്ക് മാത്രമേ പഠിക്കാവൂ. ഈ 1ാമത്തെ ടോപ്പിക് ആദ്യം തന്ന നമ്മൾ പ്രയോറിറ്റിയിൽ ഓർഡറിൽ എഴുതിയിട്ടുണ്ടല്ലോ 1 2 3 4 5 6 എന്ന്, അതിൽ ആദ്യത്തെ ടോപ്പിക്ക് പഠിച്ച് തീരാതെ 2ാമത്തേത് എടുക്കുകയേ ചെയ്യരുത്. 2ാമത്തെ ടോപ്പിക് പഠിച്ച് തീരാതെ 3ാമത്തേത് എടുക്കരുത്. അങ്ങനെ ഈ 6 ടോപ്പിക്കും നമ്മൾ ഫിനിഷ് ചെയ്യണം. എന്നിട്ട് അന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നാളത്തേക്കുള്ള 6 ടോപ്പിക് എഴുതി വയ്ക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കും, ഇതാണോ വലിയ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു തന്ന മെത്തേഡ്, ഇത് സിമ്പിൾ അല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഈ സിമ്പിൾ ടെക്നിക്കാണ് $25,000 വർത്ത് ചെക്ക് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് പ്രൊഡക്ടിവിറ്റി കൺസൾട്ടൻ്റായ ഐവി ലീയെ സഹായിച്ചത്. എന്തുകൊണ്ടാണെന്നറിയാമോ? സിമ്പിൾ തിങ്സ് വർക്ക് ചെയ്യും. കാരണം ഇതിനകത്ത് ഭയങ്കര മാജിക്കലായിട്ടൊന്നുമില്ല. ദർ ഇസ് നത്തിങ് മാജിക്കൽ. പക്ഷേ നമ്മളിൽ തന്നെ ലിമിറ്റ് ഇമ്പോസ് ചെയ്യുകയാണ്. ഇമ്പോസിങ് ലിമിറ്റ്സ് അപ്പോൺ യുവർ സെൽഫ്. കാരണം അതിന് ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ചേ, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്താ? ഏത് ടോപ്പിക്ക് പഠിക്കണം? തീരുമാനമെടുക്കലിനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. എന്താദ്യം പഠിക്കണം, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്സ് അതിന് റെഫർ ചെയ്യണം, അടുത്തത് ഏത് ടോപ്പിക്ക് പഠിക്കണം, ഇത് പഠിക്കുമ്പോൾ തോന്നുന്നു അത് പഠിക്കാമെന്ന്, അത് വിട്ടിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. ഇങ്ങനെ ഒരു ഡിസിഷൻ ഫറ്റീഗാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ തീരുമാനമെടുക്കാനുള്ള ഈ താമസം, ഈ ചിന്തകൾ, ഇതൊക്കെയാണ് നമ്മുടെ സമയത്തിനെ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ബിസിയാണ്, പക്ഷേ നിങ്ങൾ പ്രൊഡക്റ്റീവ് അല്ല. പറയുമ്പോൾ നിങ്ങൾ പഠിക്കുക എന്നുള്ള പ്രോസസ്സിൽ ഈ ചിന്തകളും ഈ ഡിസിഷൻ മേക്കിങ്ങും ഇതൊക്കെ നടക്കുന്നുണ്ട്. പുസ്തകം എടുക്കൽ, അറേഞ്ച് ചെയ്യൽ, ടൈം ടേബിൾ എഴുതൽ, ഇതൊക്കെ ഈ പഠിക്കുക എന്ന് നിങ്ങൾ പറയുന്ന ഈ സമയത്തിനകത്ത് നടക്കുന്ന ആവശ്യമില്ലാത്ത പ്രവൃത്തികളാണ് അല്ലേ? ശരിക്കും നിങ്ങൾ പഠിക്കുകയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ബിസിയാണ്, പക്ഷേ പ്രൊഡക്റ്റീവ് അല്ല. കാരണം എന്താ? ഈ മറ്റ് പരിപാടികളാണ്, ഡിസിഷൻ മേക്കിംഗ്, പുസ്തകം തപ്പൽ, തിരയൽ, ഇതൊക്കെയാണ് കൂടുതലും നടക്കുന്നത്. ഏത് ടോപ്പിക്ക് പഠിക്കണം എന്ന് തീരുമാനിക്കൽ, ഇതിന് നിങ്ങളുടെ മേജർ സമയം പോകും. അപ്പോൾ നമ്മൾ എന്താണ് കാര്യം ചെയ്യുന്നത്? ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം തലേന്നേ തീരുമാനിച്ചു വെച്ചു. അപ്പോൾ ആ ഒരു പാർട്ട് നമ്മൾ ലോക്കാണ്. നമ്മളെ തന്നെ ലോക്ക് ചെയ്തു. കൺസ്ട്രെയിൻസ് ക്യാൻ മേക്ക് യു ബെറ്റർ. നമ്മളിൽ തന്നെ ചില ലിമിറ്റേഷൻസ് വെക്കുമ്പോൾ നമ്മൾ ബെറ്റർ ആകും. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര സിമ്പിൾ ടെക്നിക്കാണ്. സിമ്പിൾ ഇനഫ് ടു ആക്ച്വലി വർക്ക്. അതായത് സ്റ്റുപ്പിഡ്ലി സിമ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. പക്ഷേ ഇത് കൊണ്ടുവരുന്ന റിസൾട്ട് മാജിക്കലാണ്. കാരണം എന്താ? ഞാൻ പറഞ്ഞില്ലേ, തലേ ദിവസമേ നമ്മൾ തീരുമാനമെടുത്ത് കഴിഞ്ഞു, പഠിക്കാനുള്ള ടോപ്പിക്ക് നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡേ രാവിലെ എന്താ? പഠിച്ചാൽ മതി. നമ്മൾ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ 10 മണിക്ക് രാവിലെ മീറ്റിംഗ് തുടങ്ങും. 10 മണിക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മീറ്റിംഗ് ആണ്. എല്ലാം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, എല്ലാവരുടെയും മീറ്റിംഗ് ആണ്. എന്നിട്ട് ഈ ഓരോരുത്തരും അന്ന് ചെയ്യേണ്ട എന്തൊക്കെയാണെന്നുള്ളത് തീരുമാനിച്ച് അത് നോട്ട് ഡൗൺ ചെയ്ത് എല്ലാം പോകുമ്പോഴത്തേക്ക് 12 മണിയാവും. 10 മണി തൊട്ട് 12 മണി വരെ പോയി. 12 മണി കഴിഞ്ഞിട്ട് പിന്നെ ഈ വർക്ക് അലോട്ട്മെൻറ്റും അതും ഇതും ഒക്കെ ആയിട്ട് ഒരുപാട് സമയം പോകും. പ്രൊഡക്റ്റീവായിട്ടുള്ള അവേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായി തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു, ശരി നമുക്ക് തലേന്ന് വൈകിട്ട് ഈ മീറ്റിംഗ് ആക്കാം. അപ്പോൾ ഇന്ന് വൈകിട്ട് മീറ്റിംഗ് കൂടുക, നാളത്തേക്കുള്ള എല്ലാ ജോലികളും ഐഡൻറ്റിഫൈ ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക, ബ്ലോക്ക് ചെയ്തു, സീൽ ചെയ്തു. രാവിലെ നേരെ വരിക, പണി തുടങ്ങുക. അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റീവ് ആകാൻ തുടങ്ങി. അപ്പോൾ ഇത് പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങളിത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കുക എന്നുള്ള പ്രോസസ്സ് ഭയങ്കര എളുപ്പമായിട്ട് നീങ്ങുന്നതായിട്ട് കാണാം. 6 ടോപ്പിക്ക് ദിവസവും തീരുകയാണ്. നിങ്ങളിപ്പോൾ നോക്ക്, നിങ്ങളിപ്പോൾ പഠിക്കുന്നതിനകത്ത് അത്രയും പഠിക്കുന്നുണ്ട് എഫക്റ്റീവായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. 6 ടോപ്പിക്ക് വീതം നമുക്ക് വേഗം തീർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ ചെയ്യേണ്ട, ഈ 6 ടോപ്പിക്ക് മാത്രം വൃത്തിയായിട്ട് എഴുതി വെച്ച് തീർക്കുക. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ എക്സാം തീരുന്നിടം വരെ ഈ ഒരു പ്രോസസ്സ്, ദ ഐവി ലീ മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം
നമ്മൾ കേട്ടിട്ടില്ലേ, ഇഫ് യു കമ്മിറ്റ് ടു നത്തിങ് യു വിൽ ബി ഡിസ്ട്രാക്റ്റഡ് ബൈ എവറിത്തിങ്. നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ, നമ്മൾ കമ്മിറ്റഡ് അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഡിസ്ട്രാക്ഷൻ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലാതാക്കും. ഫ്രിക്ഷൻ ഓഫ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരുപാട് സമയം ഈ പഠനത്തിനുള്ള പ്രിപ്പറേഷന് വേണ്ടി അങ്ങ് പോകുമല്ലോ. അപ്പോൾ ഈ ഫ്രിക്ഷൻ ഓഫ് സ്റ്റാർട്ടിങ് ഒഴിവാക്കി തരും ഇത്. പിന്നെ നമ്മളൊരു സിംഗിൾ ടാസ്കിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു മിത്താണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ആലോചിക്കണം, റിസൾട്ട് കിട്ടണമെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കേ റിസൾട്ട് കിട്ടത്തുള്ളൂ. പല പണികളും ഒരുമിച്ച് ചെയ്യുന്ന ആളുടെ ക്വാളിറ്റി ഓഫ് വർക്ക് സഫർ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു സിംഗിൾ ടാസ്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട്, പ്രൊഡക്ടിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ചെക്ക് ലിസ്റ്റിൽ ഓരോന്ന് 1 2 3 4 5 6 ഇത്രയും അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും കൂടും, നമുക്ക് ഭയങ്കര ഡിസിപ്ലിനും ഉണ്ടാകും. അതുകൊണ്ട് ഡു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫസ്റ്റ് ഈച്ച് ഡേ. ഇറ്റ് ഈസ് ദ ഓൺലി പ്രൊഡക്ടിവിറ്റി ട്രിക്ക് യു നീഡ്. അത് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന 6 ഐറ്റംസ് പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതി വയ്ക്കുക. 6 ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളിത് രാവിലെ തന്നെ ചെയ്തു തുടങ്ങുക. ഈ പരിപാടി റിപ്പീറ്റ് ചെയ്യുക എക്സാം വരെ. എന്നിട്ട് പ്രൊഡക്ടിവിറ്റി കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഐവി ലീക്ക് $25,000 വർത്ത് ഡോളർ ചെക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഗവൺമെൻറ് ജോബും ആൻഡ് സേഫ് ആൻഡ് സെക്യൂർ ലൈഫുമാണ്. അപ്പോൾ റിസൾട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഐവി ലീ മെത്തേഡ് ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ ഇത് ഐവി ലീ മെത്തേഡ് എന്താണെന്ന്? ഓക്കെ. അപ്പോൾ എത്ര പേര് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് കൊണ്ടുവരും. കാരണം സിമ്പിൾ തിങ്സ് ആണ്, ഫോളോ ചെയ്യാൻ എളുപ്പമുള്ള ചെറിയ ഹാബിറ്റ്സ് ആണ് നമ്മളെ സക്സസ്സിലേക്ക് നയിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് ഹാബിറ്റ്സ് നമ്മൾ നോക്കിയാൽ മതി. സക്സസ്ഫുൾ ആയവരുടെ ഹാബിറ്റ്സ് എടുത്ത് നോക്കണം. അവർ ഒരു 1 ഡേ കൊണ്ടല്ല അവർ ആ ഒരു സക്സസ്സിലേക്ക് പോകുന്നത്. അവരുടെ ഡെയിലി ഹാബിറ്റ്സ് ആണ് അവരെ ആ സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞു ഹാബിറ്റ്സ് നമുക്ക് ശീലമാക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ആരൊക്കെ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്കും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.